ഹരി ഓം നമഃ ശിവായ. നമസ്കാരം. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം അജ്ഞാതമായിട്ടുള്ള കടക്കിണികൾക്ക് കാരണം. ജ്യോത്സ്യനെ കണ്ടു പരിഹാരം ചെയ്തിട്ടും അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ കടം വീടുന്നതിനുള്ള ഒരു സോഴ്സ് വരാത്തത് എന്ന് പറയുന്നതിൻ്റെ മറുപടിയാണ് ഈ 4 എപ്പിസോഡ്. ഒരു പക്ഷേ ഇഹജന്മത്തിലോ മുൻജന്മത്തിലോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പ്രകൃതി ദോഷങ്ങൾ, അത് പ്രകൃതി തന്നെയാണ് ഈശ്വരൻ. മനുഷ്യനിർമ്മിതമായ രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ രൂപമുള്ള അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ച് രൂപമില്ലാത്ത അവസ്ഥയിലേക്ക്, വിശ്വമാകുന്ന ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിച്ച് മോക്ഷഗതി വരുത്തുക. അതാണ് നമ്മുടെ മുനീശ്വരന്മാർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന പോലെ, 1ൽ പഠിച്ച് അക്ഷരമാലയൊക്കെ പഠിക്കുന്ന പോലെ ഓരോ സ്റ്റെപ്പായി പിന്നെ ഈ നമ്മുടെ കൺമുന്നിൽ കാണുന്ന എല്ലാം സർവസ്വം ഈശ്വരമയമായി കാണും. അതാണ് ഭാരത തത്വചിന്താഗതികൾ. അപ്പോൾ പ്രകൃതിയാവുന്ന ആ ഈശ്വരനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക. അതായത് നമ്മൾക്കറിയാം കാവുകളുടെ പ്രസക്തി. കാവുകൾ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അവിടെ വറ്റാത്ത കിണറുകൾ ഉണ്ടായിരിക്കും. എന്നുപോലെ തന്നെ ആ പ്രകൃതിയുടെ ഒരു രൂപമാണ് കാവുകൾ, നിലനിൽപ്പിൻ്റെ ഭാഗമാണ് കാവുകൾ. അങ്ങനെ ഈ പ്രകൃതിയെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുക, നശിപ്പിക്കുക ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം ഈശ്വരൻ തന്നെയാണ്, ഈശ്വരനോട് ചെയ്യുന്ന ദോഷം തന്നെയാണ്. അത്തരത്തിൽ നമ്മളോ നമ്മുടെ പൂർവികരോ നമ്മൾ മുൻജന്മങ്ങളിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരം, അതാണ് നമുക്ക് കടമായി രോഗങ്ങളായി ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അത് അജ്ഞാത നിറഞ്ഞ ഒരു ശാസ്ത്രമായതുകൊണ്ട് സിദ്ധതന്ത്രത്തിൽ നമ്മുടെ 18 തന്ത്രജ്ഞന്മാർ പറയുന്ന ഒരു വിഭാഗമാണ് ഈ 4 എപ്പിസോഡിലൂടെ ഞാൻ അനുവർത്തിക്കുന്നത്. നമ്മുടെ കടക്കണികൾക്ക് കാരണം മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള വനനശീകരണം, കാവുകൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ ദേവവൃക്ഷങ്ങളായ അരയാൽ, അത്തീത്തി, പേരാലൊക്കെ നശിപ്പിക്കാൻ ഇടവന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ഐശ്വര്യവൃദ്ധി വന്നു ചേരില്ല. നമ്മൾ പറയും അച്ഛൻ്റെ അനുഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയാം. അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് കടം തീരില്ല എന്ന് പറയാം. അതൊരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവ്യക്തമായ ഒരു സത്യങ്ങളാണ്. അത്തരത്തിലുള്ള വനവൃക്ഷങ്ങൾ നശിപ്പിക്കുക, ദേവവൃക്ഷങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഇന്നത്തെ വൃക്ഷം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇത്തി എന്ന മരമാണ്. ഇത്തി മരം നമ്മളെവിടെ, ഏത് പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ എവിടെയാണോ ഉള്ളതെന്ന് കണ്ടുവയ്ക്കണം. കണ്ടുവച്ചിട്ട് ആ വീട്ടിലാണ് മറ്റൊരാളുടെ പറമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ അവരോട് പോയി അനുവാദം വാങ്ങിച്ച് ജാതകത്തിന് പരിഹാരമായി ഇത്തിമരത്തിന് ഇന്ന പോലുള്ള വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെയ്തോട്ടെ എന്ന് അനുവാദം വാങ്ങാം. അതിനുശേഷം കറുത്ത വാവ് ദിവസം നമ്മൾ ചെന്നൊരു 5 മണിയോടുകൂടി ചെല്ലുക. വല്ലാണ്ട് ഇരുട്ടാവണ്ട. ചെന്നതിന് ശേഷം വിളക്കൊന്നും കൊളുത്തണ്ട. വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ അത് അവർ ചിലപ്പോൾ ഒരു പക്ഷെ സമ്മതിക്കില്ല. ഈ ഇത്തിമരത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട്
നമ്മൾ കിഴക്കോട്ട് നിൽക്കുക. ഈ വൃക്ഷത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാനോ എൻ്റെ പൂർവികരോ ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ ജന്മജന്മാന്തരമായിട്ടോ പ്രകൃതി നശിപ്പിക്കുക, ദേവവൃക്ഷങ്ങൾ നശിപ്പിക്കുക എന്നുള്ള ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൽക്കണ്ടം, നമുക്ക് പൂജാ സ്റ്റോഴ്സിലൊക്കെ വാങ്ങാൻ കിട്ടും കൽക്കണ്ടം. ആ കൽക്കണ്ടം നാൽപ്പാമരപ്പൊടി വാങ്ങാനും കിട്ടും. നാൽപ്പാമരപ്പൊടിയിൽ ആ കഷായം, നാൽപ്പാമരപ്പൊടി ഇട്ട് തിളപ്പിക്കുന്ന ആ വെള്ളത്തിനെയാണ് കഷായം എന്ന് പറയുന്നത്. ആ കഷായം അതിൽ നമ്മൾ ഒരു 1-1.5 ലിറ്ററോളം വരുന്ന ഒരു പാത്രത്തിൽ ഈ പൊടിയിട്ട് കഷായമായിട്ട് തണുത്തതിന് ശേഷം അതിൽ കൽക്കണ്ടം പൊടിച്ചിടണം. അതുകൂടാണ്ട് പനിനീരും ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ടീസ്പൂണിട്ട് ഇളക്കി ഇത് കൈ പിടിച്ചിട്ടാണ് നമ്മൾ ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. ഇത്തിമരത്തിൻ്റെ പ്രാധാന്യം, ഭഗവാനെ ഞങ്ങൾ ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ ദോഷങ്ങൾ വനവൃക്ഷങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനോട് നന്നായിട്ട് വിശ്വദേവന്മാരാകുന്ന ഈ പ്രകൃതിയിലെ വിശ്വദേവന്മാരുടെ ഓരോ ദേവന്മാർക്കും അവരുടെ ഭൂതഗണങ്ങളും വൃക്ഷരാജാവ് അരയാൽ അങ്ങനെയുള്ള പ്രകൃതിയാകുന്ന ഈശ്വരന്മാരോടൊക്കെ പ്രാർത്ഥിച്ച് വലത് കൈയിലേക്ക് ഇടത് കൈ കൊണ്ടൊഴിച്ച് ഈ വൃക്ഷത്തിന് ചുറ്റും ഒഴിക്കണം. ഇതിൻ്റെ തടിയിൽ കൊള്ളത്തക്ക രീതിയിൽ ഒഴിച്ച് 12 പ്രദക്ഷിണം ചെയ്യണം. അത് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ വിശ്വദേവന്മാരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രകൃതിയാകുന്ന സൂര്യചന്ദ്രോ മംഗളശ്ച ബുധശ്ച ബൃഹസ്പതി ശുക്രശനൈശ്വരോ രാഹു കേതുചേതി ഗ്രഹാനവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ ചെയ്തിട്ടുള്ള അപരാധം യൂണിവേഴ്സലാകുന്ന ഈ ഗ്രഹങ്ങളെല്ലാം ക്ഷമിച്ച്, ചിലർ പറയും ഇത്ര പൂജ ചെയ്തിട്ടും ഒരു ഫലങ്ങൾ വരുന്നില്ല, എത്ര ക്ഷേത്രത്തിൽ പോയിട്ടും ഫലങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഈ 4 വൃക്ഷങ്ങളെ നമ്മൾ സേവിക്കുന്നതിലൂടെ നവഗ്രഹ പ്രീതി വരികയാണ്. ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ആദിത്യം ചന്ദ്രഭൗമോ ബുധനപിച്ച ഗുരുംബാർഘം ഭാനുപുത്രം നത്വകേതുമാന്തിം ശൈര്യസമ്പത്യ ഏഷ്യേത്വ ഗജര വചര സുതാൻ എന്ന നവഗ്രഹ സ്തോത്രമാണ് ചൊല്ലേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് സാധാരണക്കാരന് അത് ചൊല്ലാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വിശ്വദേവന്മാരെ പ്രസീത എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ശിവനോടും മഹാവിഷ്ണുവോടും മഹാലക്ഷ്മിയോടൊക്കെ പ്രാർത്ഥിച്ച് വിശ്വദേവന്മാരെ പ്രസീത എന്നുള്ള മന്ത്രം മാത്രം ചൊല്ലി ആ വൃക്ഷത്തിന് 3 വലം ഇട്ട് ഈ തീർത്ഥം ആ തടിയിലേക്ക് തെളിക്കണം. അതിനുശേഷം 12 പ്രദക്ഷിണം മനസ്സുരുകി കൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കണം എന്നാണ്. പക്ഷെ കരയാനല്ല പറഞ്ഞത്. അത്രയും ഇനി എനിക്കൊരു വഴിയില്ല ഈശ്വര എന്ന് പറയുന്നത് പാഞ്ചാലി ഭഗവാൻ ഗുരുവായൂരപ്പനെ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് പിടിച്ച് തടുത്തൊക്കെ നിന്നിരുന്നു. പക്ഷെ അവസാനം ഇനി ഒരു സ്ത്രീയുടെ മാനം പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇനി മരണമാണ് എന്നുള്ള രീതിയിൽ 2 കൈയും വിട്ടുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയണം. അപ്പം അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭഗവാനെ എനിക്കൊരു വഴി ഇവിടുന്ന് തരണം. ഈ കർമ്മം ഒരു പക്ഷെ നിങ്ങളുടെ വിഷയമാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കടങ്ങൾ വീടും. ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കണ്ടിട്ടുണ്ട്. ചിലർക്ക് അതായിരിക്കില്ല, അപ്പോൾ അതല്ല എന്ന് പറയണം.
ഭൂരിഭാഗം പേർക്കും പ്രകൃതി ദോഷങ്ങൾ തന്നെയാണ് പ്രധാന കാരണം വരാറ്. ജലത്തെ മലിനമാക്കുന്ന ദോഷവും വരാം. ഇപ്പൊ ഈ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ പുഴയിലേക്കാണ് മാലിന്യങ്ങൾ ഒഴുക്കുക. അത് ഇപ്പോഴല്ല അവരും അറിയാം, അത് മറ്റൊരു ജന്മത്തിലാവും അതിൻ്റെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുക. അപ്പോൾ പരമാവധി നമ്മൾ സാത്വിക ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അഥവാ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് അവിടെ ഇവിടെ നിന്നും വലിച്ചെറിയാതെ സൂക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഇതാ വിധി പ്രകാരം ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഈശ്വരൻ. നമ്മൾ എന്തിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് അത് നമ്മൾക്ക് തിരിച്ചു വരുന്നവരാണ്. അപ്പോൾ നമ്മുടെ കടങ്ങളെ കുറിച്ച് ചിന്തിക്കാണ്ട് ഈശ്വരനെ പ്രാപിക്കുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ചിന്തിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ഈശ്വരന് സമർപ്പിച്ച്, എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരോടൊക്കെ ക്ഷമിച്ച്, ഒരു അനീതി കണ്ടാൽ അതിനെ നമ്മൾ ചെറുത്തുകൊണ്ട് ആ സത്യം നിലനിർത്തണം. അപ്പോൾ ഈശ്വരൻ നമ്മൾക്ക് നമ്മളീ പരീക്ഷിക്കുക. ആദ്യമൊക്കെ നമുക്ക് ദോഷങ്ങൾ തന്നെങ്കിലും അവസാന കാലത്ത് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ, നന്മകൾ ഭഗവാൻ നമുക്ക് തരും. ഒരു സംശയം വേണ്ട. ഇത്തിമരത്തിൻ്റെ പ്രസക്തി ഈ വിശ്വദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദോഷമാണ്, പ്രകൃതി ദോഷമാണ് നിങ്ങളുടെ കടത്തിന് കാരണമെങ്കിൽ അത് തീർന്ന് വിശ്വദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരദേവതയായിരിക്കുന്ന മഹാകുടുംബഭദ്രകാളി അമ്മയുടെ നാമത്തിൽ നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്നിട്ടുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ അറിവുകളും തരുന്നത്. അനേക വർഷങ്ങൾ അലഞ്ഞ് അവരിൽ നിന്ന് കിട്ടിയ പ്രസാദം എന്ന പോലെ ആ അറിവുകളൊക്കെ എന്നാലെ മൂടപ്പെട്ടു പോകാതെ ഈ പ്രകൃതിയിലെ കഷ്ടപ്പെടുന്ന ഓരോ ജനങ്ങൾക്കും ഗുണം വരട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് നിങ്ങൾക്ക് ഓരോ എപ്പിസോഡും ഞാൻ സമർപ്പിക്കുന്നത്. ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.